ഹായ്. അപ്പം ഹായ് തുടക്കം പറയണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പം ഇന്ന് ഗെയിം എന്ന് പറയുമ്പം ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ്. അപ്പം ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ കളിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കളിച്ചിനി കമ്പ്യൂട്ടറിൽ കളിച്ചാണ്. അപ്പം കമ്പ്യൂട്ടറിൽ എന്ന് പറയുമ്പം നമുക്ക് നോർമൽ വെർഷൻ എന്നല്ല, അതിൽ പൈസ കൊടുത്തിട്ട് എടുക്കേണ്ട സാധനമാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. വേറെ കുറച്ച് ഫയൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് മൊബൈലിൻ്റെ വെർഷൻ. മൊബൈലിൽ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് പ്ലേ സ്റ്റോറിലുണ്ട്, 500 രൂപ. ഓക്കെ. അപ്പം ഇതെങ്ങനെ ഇതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കളിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ കളിക്കേണ്ടവർ പ്ലേ സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യുക, അങ്ങനെ കളിച്ചോ. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെ ഇതെന്ത് അത് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കളിച്ചിട്ട് കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയണം എന്നില്ല, ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർ പോയിട്ട് ഡൗൺലോഡ് ആക്കിക്കോ. ഞാനത് ഇട്ട് തരാം. ഓക്കെ. അപ്പം ലിങ്ക് കയറിയിട്ട് ആൾ പോയിട്ട് അത് ഡൗൺലോഡ് ആക്കി എടുത്തോ. അപ്പം ഇതെന്ന് പറയുമ്പം സിംഗിൾ പ്ലെയർ ആവും, മൾട്ടി പ്ലെയർ ആവൂല. അപ്പം സിംഗിൾ പ്ലെയർ നിങ്ങൾ ആക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് കളിച്ചിട്ട് ഒരു ലെവൽ കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകും, അത് കഴിയുമ്പോൾ അടുത്ത ലെവൽ. അപ്പം അങ്ങനെ ലെവലിൽ കളിച്ച് കുറച്ച് ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് കളിച്ചിട്ട് നിങ്ങൾ വെറുതെ ഇതാക്കിക്കോ. ഫ്രണ്ട്സിനെ ഒന്നിച്ച് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റേ പറയാം. അപ്പം നമുക്ക് ഗെയിം നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വരും. ഇവിടെ ഒരു സിമ്പിൾ ടച്ച് കൊടുത്താൽ മതി, ഇതിലേക്ക് പോകും. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസ് ഉണ്ട്. അപ്പം ഇതിൽ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ലാംഗ്വേജ്, സൗണ്ട് കൂട്ടേണ്ട കുറക്കേണ്ട. കസ്റ്റമൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ക്യാരക്ടറെ മാറ്റാൻ പറ്റും. ഇപ്പം തൊപ്പി വേണമെങ്കിൽ വെക്കാം, അങ്ങനെയാണെങ്കിൽ. ഇനിയിപ്പം കളയണമെങ്കിൽ അത് തിരിച്ച് കളയാനും പറ്റും. പിന്നെ പേര് കൊടുക്കാൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കാണിച്ചു തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓരോന്ന് തൊട്ടിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പം ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. കാരണം അത് കാണിക്കണം, ഇത് കാണിക്കണം. ഇതെല്ലാം ജസ്റ്റ് സിമ്പിൾ, നിങ്ങൾക്കൊന്നും അറിയണ്ട. എല്ലാം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തൊപ്പി, പാൻറ്, ഷർട്ട്, കളറ് കാര്യങ്ങളെല്ലാം വരും. നമുക്ക് ഇഷ്ടമില്ലാന്നൊക്കെ കൊടുക്കാം. നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പം ഇവിടെ പ്ലേ ഞെക്കുമ്പോൾ മൾട്ടി പ്ലെയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല, ഫെയിൽഡ്. അപ്പം അത് ഒറിജിനൽ തന്നെ വാങ്ങിക്കേണ്ടി വരും, കാരണം അവരുടെ സെർവർ അല്ലേ. അപ്പം നമുക്ക് നോർമൽ പ്ലേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇതേപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം കണ്ട ഒരു കുറ്റി, ആ കുറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറ്റി തന്നെ പറയില്ല, അറിയില്ല. ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കേണ്ടതെന്ന് കാണിച്ചു തരും. അപ്പുറം കാണുന്നത് ഒരു കൈ, കണ്ട ആ കൈ പൊക്കുന്നു. ഇപ്പുറം കാണുന്നത് വേറൊരു കൈ. അപ്പോൾ ഒരു കൈ പൊക്കിയിട്ട് ഇപ്പം നമുക്കത് ബാക്ക് അടിക്കണം. ആദ്യം ഇതിൽ നോർമൽ ടച്ച് ചെയ്താൽ ആദ്യം അത് സെൻറ്ററിലേക്ക് വരും. അപ്പോൾ രണ്ട് കൈയും താക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കൈ അനക്കാം, രണ്ടാമത് ആ കൈ തിരിച്ചു വെക്കണമെങ്കിൽ ഒന്നും കൂടി അവിടെ സെൻറ്ററിലൊന്ന് ടച്ച് ചെയ്താൽ പോകും. ഇപ്പം കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കും. ഒന്ന് വെറുതെ ഒന്ന് അതിൽ ടച്ച് ചെയ്യുക, അപ്പോൾ പഴയ പൊസിഷനിലേക്ക് പോകും. ഇത് ലെവൽ 1 ആണ് കേട്ടോ കളിക്കുന്നത്. ഇത് രണ്ടെണ്ണം ഒരേ ടൈമിൽ പ്രസ് ചെയ്ത് പിടിക്കണം, എന്നാലും ആ ഡോറ് തുറക്കും. നിങ്ങൾക്ക് കൈ കണ്ടാൽ തിരിയും. കണ്ട ഞാൻ രണ്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരിക്കൽ കൊടുത്താൽ മതി, അവിടെ പ്രസ് ആയിട്ട് നിന്നോളൂ. അത് ആദ്യം കുറച്ച് പണി ഉണ്ടാവും ആ കൈ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, കാരണം രണ്ടും ഒരേ സ്ഥലത്ത് വന്നതുകൊണ്ട്. പിന്നെ അത് നേരെയാവും കളിച്ച് ഇത് ശീലമാകുമ്പോൾ. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് ഈ കൈ വെച്ചിട്ട് മുകളിൽ പിടിക്കൽ, ഇങ്ങനെ പൊന്തിക്കാറില്ല, അങ്ങനത്തെ കുറേ സംഭവമെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ആദ്യം കുറച്ച് മെനക്കേടുണ്ടാവും, പിന്നെ ശരിയാവും അത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ലാപ്പിലേക്ക് എത്തി. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. ഞാൻ കളിക്കുന്ന പോലെ കളിച്ചിട്ട് ഇത് തീർക്കും. അപ്പോൾ ഇതിൽ ഓരോന്ന് സ്ഥലത്ത് പോയിട്ട് എങ്ങനെയാണ് കടക്കേണ്ടത്, അങ്ങനെ ടെക്നിക്കലും നിങ്ങളായിട്ട് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ കണ്ട ഞാനിങ്ങനെ പോയിട്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് കളിക്കുമ്പോൾ മനസ്സിലാവും ഇതിലേ കൂടെയാണ് വഴി. അപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഇതാക്കാൻ പാടില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ട്രെയിൻ ഇതിങ്ങോട്ട് വലിച്ചിട്ട് മാറ്റി വെക്കുക, ആ ട്രെയിൻ അങ്ങോട്ട് പിടിച്ച് മാറ്റിയാൽ ഇതിലെ വഴിയുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ കളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.